ഹലോ ഗൈസ്, സാന്ത്വനം 2 പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ മിത്രയും ആര്യനും കൂടെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ ബാലൻ തടഞ്ഞു നിർത്തുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ നാണം കെടുത്തിയിട്ട് നിങ്ങൾ നമ്മളെ രണ്ട് വീട്ടുകാർ നാണം കെടുത്തിട്ട് നിങ്ങൾ അകത്തേക്ക് കയറാൻ പോവുകയാണോ? പറ്റില്ല എന്ന് പറയുകയാണ് ബാലൻ. അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തുന്നില്ല, നമ്മളെങ്ങോട്ടെങ്കിലും പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആര്യനും മിത്രയുടെ കയ്യും പിടിച്ചിട്ട് ഇറങ്ങാൻ നോക്കുമ്പം നമ്മുടെ ഗോമതി പിടിച്ച് നിർത്തും. ആര്യ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ ബാലേട്ടനോട് പറയും, ബാലേട്ട നമ്മുടെ മക്കളല്ലേ, അവർ ഇവിടുന്ന് ഇറക്കി വിട്ടതിനേൽ ഇവരിങ്ങോട്ട് കയറുന്നത് നാണക്കേടാണെന്നാണ് ബാലേട്ടൻ പറയുന്നത്. ഇവരിവിടെ നിന്ന് ഇറക്കി വിട്ടതിന് അതിലും വലിയ നാണക്കേടല്ലേ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ആനന്ദും വന്നിട്ട് തന്നെ പറയും, അതെ അച്ഛൻ എല്ലാവർക്കും വിഷമമായിരിക്കും, ഇവരുടെ നടക്കി വിട്ടാൽ അതൊന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ ആകാശം വന്നിട്ട് പറയും, അച്ഛൻ ഒന്ന് സമ്മതിക്കും, ഇവർ കയറിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ ബാലൻ ഇങ്ങനെ പറയും, നിങ്ങൾ ഇഷ്ടം പോലെ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ മീനാക്ഷി പെട്ടെന്ന് വന്നിട്ട്, ഇനിയിപ്പം അധികം സമ്മതത്തിലൊന്നും കാത്തു നിൽക്കണം, നിങ്ങൾ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഗോമതി വരും, ഞാൻ ഇവരെ അകത്തേക്ക് സ്വീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഗോമതി വിളക്കൊക്കെ എടുത്തിട്ട് വരും. എന്നിട്ട് ഇവരെ വലതുകാലം വെച്ച് എന്ന് പറഞ്ഞിട്ട് പ്രൊമോയിൽ കണ്ടാൽ തന്നെ അകത്തേക്ക് ക്ഷണിക്കും. എന്നിട്ട് മിത്രയോട് പറയും, അതാ പൂജമുറി, അതാണ്, രണ്ടാളും പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് ആര്യനോടും മിത്രയോടും പറയും. അത് കഴിഞ്ഞിട്ട് ബാലൻ വേഗം റൂമിൽ പോയിട്ട് റൂം അടയ്ക്കും, അവരുടെ റൂമിൽ ബെഡ്റൂം പോയിട്ട് വാതിലടയ്ക്കും. എന്നിട്ട് പിന്നെ ആനന്ദ് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എന്തെന്നാണ് നമ്മൾ ഈ കാണുന്നത്, ഇതൊക്കെ ഇതിൻ്റെ അർത്ഥം എന്താ സംഭവിച്ചതെന്ന് പറയും. ആകാശം എന്ന് പറയും, എന്താ സംഭവിച്ചെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഗോമതി പറയും, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആരെയും കുറ്റപ്പെടുത്തുക ഒന്നും വേണ്ട, ചോദ്യം പറച്ചിലൊന്നും വേണ്ട, എല്ലാം കഴിഞ്ഞ് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, ഇനി ആരൊന്നും ചോദിക്കാനും പറയുന്നു നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ ആകാശം ഇങ്ങനെ പറയും, ഓണസദ്യയും ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവനെ വെയിറ്റ് ചെയ്താൽ, പക്ഷേ സംഭവിച്ചത് ഇതാണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ചിരിക്കുന്നത്, ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് ആകാശം ആനന്ദം കൂടെയൊക്കെ ചോദിക്കും. പക്ഷേ ഗോമതിയും മീനാക്ഷിയും കൂടെ എതിർക്കും. അതായത് ഇനിയൊന്നും പറയണ്ട, പറയണ്ട, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനിയൊന്നും പറയണ്ട, വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതവിടെ കഴിഞ്ഞു. അവരോട് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയും ഗോമതി, നിങ്ങളെല്ലാവരും പോയി ഭക്ഷണം കഴിക്കും, നമ്മൾ ബാലേട്ടനൊന്ന് കണ്ടിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ മീനാക്ഷി ഒരു എന്തിന് അച്ഛനിപ്പം കാണണോ, അച്ഛനിപ്പോൾ ആകെ ഡൗണാണ്, ദേഷ്യത്തിലാണ്, വെറുതെ കാണണ്ടെന്ന് പറയും. അപ്പോൾ ഗോമതി പറയും, എന്തായാലും കുഴപ്പമില്ല, ബാലേട്ടൻ ഇപ്പം തന്നെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട്, അനുഗ്രഹം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയോട് നീ അവർക്ക് വിളമ്പി കൊടുക്ക്, നമ്മൾ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവർ ബാലൻ്റെ റൂമിലേക്ക് പോകും. അപ്പോൾ എന്നിട്ട് ബാലനോട് പറയും ഇങ്ങനെ, എന്തായാലും ആർക്കും ഉൾക്കൊള്ളാത്ത കാര്യമാണ് ഇവർ സംഭവിച്ചത്, നമ്മളതൊക്കെ പുറത്ത്, എന്തായാലും നമ്മുടെ മക്കൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുമല്ലേ, ബാലേട്ടൻ അനുഗ്രഹിക്കണം, മിത്ര ആര്യ കാല് പിടിക്കുക, അച്ഛൻ്റെ കാല് തൊടുമെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോകുമ്പോൾ വേണ്ടാന്ന് പറയും ബാലൻ. എന്നിട്ട് എണീച്ചിട്ട് ഇങ്ങനെ പറയും, എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, എൻ്റെ മക്കൾ എന്നെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളാണ് എന്നുള്ളൊരു അഹങ്കാരം അതെനിക്കുണ്ടായിരുന്നു, അത് എന്തായാലും അതൊക്കെ മാറിക്കിട്ടി, ഞാൻ എന്തുവാണെന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടി. എനിക്ക് ആദ്യത്തെ അടി തന്നത് ഇതിനെതിരെ എന്നെ അനുസരിക്കുന്ന മക്കളാണെന്നുള്ളതിന് ആദ്യത്തെ അടി തന്നത് ആകാശമാണ്, പിന്നെ ഇപ്പോൾ ഇവനും മതിയായി, എല്ലാം കൊണ്ടും തീർന്നു. അപ്പോൾ നമ്മുടെ ഗോമതി ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ കുട്ടികൾ പേടിച്ച് നിൽക്കുകയാണ്, ബാലേട്ടനിങ്ങനെ ഓരോന്ന് പറയുമ്പം മിത്രയാകെ പേടിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് ബാലൻ പറയും, പേടിച്ച് നിൽക്കാനോ, ആർക്ക് പേടി, ഇവർക്കോ, കണ്ണേ പൊന്നേ എന്ന് ഇവളെ കണ്ണേ പൊന്നേ എന്ന് നോക്കിയ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ ഇവൾ പേടിച്ചില്ല, വില കൊടുത്തില്ല. അന്ന് കല്യാണം രാത്രി ഇവൾ ഓടിപ്പോയി, അവരുടെ കണ്ണീരിനും ആ ഒരു സ്നേഹത്തിനൊന്നും ഇവൾ വില കൊടുത്തില്ല. പിന്നെ ഇവൻ ഗുരുവായൂരാണെന്നും പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നത് ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട്, ഇവൻ എന്നെ പേടിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്തത്, എന്നെ പേടിയുണ്ടായിട്ടാണോ, എനിക്കൊരു വില തന്നില്ല, എൻ്റെ വാക്കിനോ ഒരു വില തന്നിട്ടില്ലേ ഇവൻ, എന്നിട്ട് നീ ഇപ്പോൾ പറയുന്നു ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ഇവർ രണ്ടാളും പേടിച്ച് നിൽക്കുന്നു. ആദ്യം ആകാശ് കല്യാണം കഴിച്ച് ഇതേപോലെ വന്നപ്പോൾ നീ എന്നോടൊപ്പം നിന്നിരുന്നു, എന്നോടൊപ്പം എതിർപ്പ് കാട്ടിയിരുന്നു അവരോട്, പക്ഷേ ഇവർ വന്നപ്പോൾ നീ വിളക്കെടുത്ത് സ്വീകരിച്ചു, അതോടെ എനിക്ക് മനസ്സിലായി എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ ഒരു പ്രാധാന്യമില്ല എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാലൻ ഭയങ്കരമായിട്ട് ഇമോഷണലാവും. അപ്പോൾ ഗോമതിക്ക് അത് സഹിക്കില്ല, സങ്കടമാവും. എന്നിട്ട് ആര്യനോട് ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കും ഇങ്ങനെ. അപ്പോൾ ആര്യൻ ഓടിച്ചെന്ന് ഇങ്ങനെ കാല് പിടിച്ചിട്ട്, അച്ഛൻ എനിക്ക് മാപ്പ് തരണം, സോറി അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ബാലൻ ഇങ്ങനെ, നിനക്ക് മാപ്പ് തരാനോ, നിങ്ങൾ എനിക്കാണ് മാപ്പ് തരേണ്ടത്, എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് ഞാൻ നിങ്ങളെ വളർത്താൻ വേണ്ടി ശ്രമിച്ചു, അതിന് ഞാൻ നിങ്ങളോടാണ് മാപ്പ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പിയിട്ട് ഇങ്ങനെ മാപ്പ് ചോദിക്കും. എന്നിട്ട് പറയും ഇങ്ങനെ, ഞാൻ ഒറ്റയ്ക്ക് ശാന്തനായിരിക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിൽ വന്നത്,
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗോമതിയോട് കുറച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ ഇങ്ങനെ പറയും, ഇത് കൈകൂപ്പുന്നൊക്കെ കണ്ടപ്പോൾ ഗോമതിക്ക് ഭയങ്കര സങ്കടം. എന്നിട്ട് ഇങ്ങനെ ബാലേട്ടന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് കരയും. എന്നിട്ട് ആര്യൻ ഇങ്ങനെ പറയും, അച്ഛൻ കുറച്ച് നേരം സമാധാനം ഇരുന്നോട്ടെ, ശല്യപ്പെടുത്തുമ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പുറത്ത് പോവും. പിന്നെ കാണിക്കുന്നതാണ് മിത്രയുടെ വീട്ടിൽ. മിത്രയുടെ അച്ഛനും വലിയച്ഛനും കൂടി ഇങ്ങനെ സംസാരിച്ചത്. അച്യുതൻ പറയുന്നുണ്ട്, പിന്നെ ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ്, ആ കള്ളൻ ബാലനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അവൻ്റെ മോനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇവിടുത്തെ മിത്രയെ പ്രണയിക്കാൻ വേണ്ടി കൂട്ടുനിന്നതാണ്. അവനാണ് ഈ ഐഡിയൊക്കെ പറഞ്ഞു കൊടുത്തത്. അവർ തമ്മിൽ നമ്മളുടെ മുന്നിൽ വെച്ചിട്ട് അവർ തമ്മിൽ ശത്രുക്കളെ പോലെ അഭിനയിച്ചതായിരുന്നു. ഇതൊക്കെ ആ ബാലൻ്റെ ഐഡിയ ആയിരിക്കും. അവർ തമ്മിൽ ശത്രുക്കളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും തോന്നൂലല്ലോ, സംശയമൊന്നും തോന്നൂലല്ലോ. അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ മിത്രയുടെ അമ്മ ഇങ്ങനെ കാര്യം, ഇത് നമ്മളുടെ വിധിയാണെന്ന് കൂട്ടുക, അല്ലാതെ ആരെയും പഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണം, വരണം, വിധിയാണെന്ന് കരുതുക എന്നൊക്കെ പറയും. പലർക്കും പറയും ഇത് വിധിയൊന്നുമല്ല, ഇത് അവർ ആ കള്ളൻ ബാലനും അവരുടെ കുടുംബവും കൂടി ചേർന്ന് നടത്തിയ കളിയാണിത്. വേറെ ആരുടെ കൂടെ അവൾ ഓടിപ്പോയിരുന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആര്യൻ കണ്ടാൽ തന്നെ നമ്മൾ ആ കുടുംബക്കാരിൽ ഓരോരുത്തർ പരിഹസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്നിങ്ങനെ പറയും. എന്നിട്ട് ആര്യനെ കിട്ടി തൊട്ടും ഇഷ്ടമായില്ല എന്ന് പറയും. അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ പറയും, നീ വെറുതെ അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ അലോക് പറയും, അച്ഛമ്മ ഈ സ്വഭാവം നിർത്തിക്കോ, ശത്രുക്കളെ ന്യായീകരിക്കുന്ന സ്വഭാവം നിർത്തിക്കോ. അച്ഛമ്മയുടെ മോളെ പണ്ട് കുറച്ച് കാലം മുന്നേ അച്ഛമ്മയുടെ മോളെ അയാൾ കൊണ്ടുപോയി, ഇപ്പോൾ ഇതാ അയാളുടെ മകൻ ചെറുമോളെയും കൊണ്ടുപോയി, എന്നിട്ട് പിന്നെയും ന്യായീകരിക്കുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ആര്യനെ എനിക്കൊട്ടും ഇഷ്ടമല്ല, ഞാൻ അവനെ കൊല്ലും, ഇന്ന് തന്നെ ഞാൻ അവനെ കൊല്ലും അച്ഛാ വലിയച്ഛ എന്നൊക്കെ ഇങ്ങനെ അലോക പറയും. എന്നിട്ട് പിന്നെ മിത്രയുടെ അമ്മ ഇങ്ങനെ കാര്യം, അയ്യോ ഈശ്വര നമുക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യം. അതത്രയേ ഉള്ളൂ, അതവിടെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നതാണ് ആര്യന് ധർമ്മൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ധർമ്മൻ ഇങ്ങനെ ചോദിക്കും, സത്യം പറ, എന്താ സംഭവിച്ചത്? അങ്ങനെ ഇപ്പോൾ ആര്യൻ പറയും, സത്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, നമ്മൾ ആരും അറിയാതെ ഇങ്ങനെ മറച്ചു വെക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ധർമ്മൻ പറയും, നീ ഇത് വേറെ ആരുടെങ്കിലും പറ, അവർ വിശ്വസിക്കും, പക്ഷെ നീ എന്നോട് മാത്രം ഇത് പറയാൻ പാടില്ല. മിത്ര ഇവിടുന്ന് ഒളിച്ചോടി പോയി എന്ന് പറയുമ്പം നിന്നെ ഫോൺ ചെയ്ത് പറയുമ്പോൾ നീ അത് ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു സംസാരിച്ചത്, ഇതൊന്നുമല്ല, എന്തോ ഇതിനിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ആര്യൻ പറയും, ഒന്നുമില്ല, ഇത് തന്നെയാണ് കാര്യം, നമ്മൾ ഇഷ്ടത്തിലായിരുന്നു ഇങ്ങനെ പറയും. അപ്പോൾ ധർമ്മം പിന്നെയും പറയും, നീ ഈ മാമനോട് പറ, ഞാൻ ആരോടും പറയില്ല, നീ എന്നോട് പറ, സത്യം പറ എന്നിങ്ങനെ പറയും. അപ്പോൾ ആര്യൻ വീണ്ടും പറയും, ഒന്നുമില്ല, പറഞ്ഞത് തന്നെയാണ് സത്യം എന്നിങ്ങനെ പറയും. ആര്യനൊന്നും വിട്ട് പറയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഗോമതി പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, മിത്രയെ വെച്ച് എവിടെ നിന്നാണ് കണ്ടത് എന്നിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും ധർമ്മൻ. അപ്പോൾ അത് എറണാകുളത്ത് വെച്ചു എന്ന് പറയും. മിത്ര ഒറ്റയ്ക്ക് എറണാകുളം വന്നോ? അപ്പോൾ ആര്യൻ പറയും, എൻ്റെ കൂട്ടുകാരൻ അവളെ പിക്ക് ചെയ്തിട്ട് കൊണ്ടാക്കിയതാണെന്ന് പറയും. എന്നിട്ട് അപ്പോൾ അവളുടെ സ്വർണ്ണം എന്ത് ചെയ്തു നീ ചോദിക്കും. അപ്പോൾ ആര്യൻ പറയും, അത് ഞാൻ പറഞ്ഞില്ലേ, ചിലവായി പോയി, എൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവായി പോയി. അപ്പോൾ അധർമ്മം പറയും, നീ പറയുന്നതൊക്കെ കള്ളാണ്, നീ വെറുതെ കളിക്കല്ല, കള്ളല്ല, എന്നിങ്ങനെ കള്ളല്ല, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ, എനിക്കിതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആര്യൻ ഇങ്ങനെ പറയും. എന്നിട്ട് പിന്നെ ധർമ്മൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഗോമതി വരും. ഗോമതി വന്നിട്ട് പറയും, അമ്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്ത കുറേ കഥകളും കുറേ കഥാപാത്രങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു മകൻ ആദ്യമായിട്ടായിരിക്കും. നിനക്ക് അഥവാ വീർപ്പ് മുട്ടിയിട്ട് ഇതൊക്കെ സത്യങ്ങളൊക്കെ പുറത്ത് പറയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ അത് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എല്ലാം ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് തന്നെയാണ് പറയുന്നത്. നീ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, സ്വർണ്ണം എടുത്തതിൻ്റെ കുറ്റം നിൻ്റെ തലയിൽ വന്നിട്ടും ഇതൊക്കെ എല്ലാവരും നിന്നെ അവഹേളിച്ചിട്ടും അപമാനപ്പെടുത്തിയിട്ടും നീ അമ്മയെ ഒറ്റുകൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഗോമതി ഇങ്ങനെ നല്ലൊരു സന്തോഷത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എപ്പെങ്കിലും സത്യം തുറന്ന് പറയണം തോന്നിയിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞോ, കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ് ഗോമതി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.